കടൽക്ഷോഭത്താൽ അപകടാവസ്ഥയിലായ തൃക്കണ്ണാട്ടെ തീരപ്രദേശം ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിയും സംഘവും സന്ദർശിച്ചു. മഴക്കെടുതി രൂക്ഷമായ വോർക്കാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കനത്ത മഴയെ തുടർന്നുണ്ടായ അതിശക്തമായ കടലാക്രമണത്തിൽ തകർന്ന തൃക്കണ്ണാട്ടെ വീടുകളും സ്വത്തുവകകളും ത്രയംബകേശ്വര ക്ഷേത്രമണ്ഡപവും സംരക്ഷിക്കാതെ അപകടാവസ്ഥയിലായ സംസ്ഥാനപാത മാത്രം സംരക്ഷിക്കാനാണ് സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങളുടെ തീരുമാനവും ശ്രമവുമെങ്കിൽ ഇതിനായി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ തടയുമെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അധികാരികളെ അനുവദിക്കില്ലെന്നും ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി പറഞ്ഞു. കടലേറ്റം ദുരിതം വിതച്ച തൃക്കണ്ണാട്ടെ തീരമേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. ഈ കടൽ കാണുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ അമ്പലത്തിൽ ഒരു മണ്ഡപം ഉണ്ട്. ഇതിപ്പോ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ള സ്ഥിതിയിലാണ്. എപ്പോ പിയൂന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അപ്പൊ ഇപ്പൊ 2 days ബിഫോർ ഒരു 23 lakhs rupees ഫണ്ട് റിലീസ് ആക്കിയിട്ടുണ്ട്. താത്കാലികമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ താത്കാലികമായിട്ടുള്ള നമുക്ക് നടപടികൾ വേണ്ട. നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഇവിടെ ഫുൾ എന്ത് വർക്ക് ചെയ്യേണ്ടത് വേണ്ടിയിട്ട് 2 crores 5 crores ഇവിടെ അറേഞ്ച് ആയിട്ടുണ്ടായി. ആ ഫണ്ട് ഇപ്പൊ റിലീസ് ആക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വർക്കാണ് ഇവിടെ വേണ്ടത്. എവിടെയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണുക്ക് മണ്ണിടാൻ വേണ്ടിയിട്ട് ഈ 23 lakhs ഫണ്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ ബി.ജെ.പിക്കാരും നാട്ടുകാരും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തും. ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ ഇവിടുത്തെ കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ടും ഇവിടേക്ക് നമുക്കൊരു സൊല്യൂഷൻ തരണമെന്നു ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ തീരദേശവാസികളുടെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ കഴിയുമ്പോഴും ചെറുവിരലനക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും സംസ്ഥാനപാത തകർച്ചയുടെ വക്കിലെത്തിയതുകൊണ്ട് മാത്രമാണ് 23 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കാൻ സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ തയ്യാറായതെന്നും അശ്വിനി കുറ്റപ്പെടുത്തി. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കേണ്ടിയിരുന്ന കടൽ തീരം പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള വളരെ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായിട്ടുകൂടി നിഷ്ക്രിയത തുടരുന്ന അധികൃതരുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും എം.എൽ. അശ്വിനി വ്യക്തമാക്കി. ഇപ്പോ മറ്റന്നാള് വരുന്നുള്ള കർക്കിടക വാവിന് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടായിട്ട് ബലിതർപ്പണം നടത്തുന്നത്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ എനിക്ക് ഒരു സംശയമുണ്ട്. മറ്റന്നാൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടായിട്ട് ബലിതർപ്പണം നടത്താൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ടായിട്ട് എത്രയോ പെട്ടെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ണു തുറന്നിട്ട് ഇവിടെ നോക്കണം. അതേപോലെ ഇവിടേക്ക് വേണ്ടിയ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി.ആർ. സുനിൽ, എൻ. ബാബുരാജ്, ഉദുമ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷൈനിമോൾ, വൈസ് പ്രസിഡന്റ് തമ്പാൻ അച്ചേരി എന്നിവരും ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ കനത്ത മഴയിൽ വലിയ നാശനഷ്ടം സംഭവിച്ച വോർക്കാടി, ബൊഡോടി, പൊയ്യത്തുബയൽ പ്രദേശങ്ങളിലും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റും സംഘവും സന്ദർശനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബി.എം. ആദർശ്, വോർക്കാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ, മുതിർന്ന നേതാവ് ധൂമപ്പ ഷെട്ടി, പഞ്ചായത്ത് അംഗം പത്മാവതി തുടങ്ങിയവരാണ് ഈ ഭാഗത്തെ സന്ദർശനത്തിൽ അശ്വിനിയെ അനുഗമിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.